السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങളെ, മറ്റു രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനത്തോടനുബന്ധിച്ച് നമ്മുടെ അറഫ മസ്ജിദ് കമ്മിറ്റി നടത്തിയ പരിപാടിക്ക് പുറമെ അൽഹംദുലില്ലാഹ് മുത്തഅല്ലിമീങ്ങൾ ഇത്രയും വലിയൊരു സജ്ജീകരണത്തോടു കൂടി ഒരു പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വലിയ സന്തോഷം അറിയിക്കുന്നു. അതോടൊപ്പം വളരെ പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്ന്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഅ്ദൂനൻ ഫീഹിമാ കതീറുൻ മിനൻ നാസി അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രണ്ട് അനുഗ്രഹങ്ങൾ, പല ആളുകളും വഞ്ചിതരായി പോകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ജനങ്ങളിൽ അധിക ആളുകളും വഞ്ചിതരായി പോകുന്ന അനുഗ്രഹമാണ്, രണ്ട് കാര്യമാണ്. അതിൽ പല ആളുകളും വഞ്ചിതനായി പോകുന്നു. ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. അത് നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ ഒഴിവ് സമയങ്ങൾ അനാവശ്യമായി ചെലവഴിക്കുന്നത് വളരെ മോശം എന്ന് തന്നെ നമുക്ക് പറയാം. വളരെ പ്രധാനമായും അത് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് കൂടുതലും ആളുകളോട് ചോദിക്കുമ്പോൾ രോഗികൾ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഒരുപാട് രോഗികളാണ്. എവിടെ നോക്കിയാലും ആരോട് ചോദിച്ചാലും രോഗമുള്ളവർ, അറ്റാക്ക് ഉള്ളവർ, ക്യാൻസർ രോഗികൾ, കിഡ്നിക്ക് തകരാറുള്ളവർ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രോഗികൾ. കേൾക്കുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. ചെറിയ പ്രായം 30, 40, 50 വയസ്സുള്ള ആളുകൾ രോഗികളാകുന്നു. എന്താണ് സംഭവം? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അല്ലാഹു തആല തന്ന നിഅമത്ത് വലിയ സംഭവമാണ്. നമുക്ക് തന്ന ആരോഗ്യം വലിയ സംഭവമാണ്. പക്ഷേ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് അമലുകളുണ്ട്. അത് നമ്മൾ ചെയ്തേ പറ്റൂ. അല്ലാഹു തആല നമുക്ക് തന്ന നടന്നുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ കയറി വന്നു. വലിയ സംഭവമാണ്. നടന്നാണ് വന്നത്, ആരും നമ്മൾ എടുത്തുകൊണ്ട് വന്നതല്ല. ഈ നടക്കാനുള്ള കഴിവ് അല്ലാഹ് തന്നെ തന്നതാണ്, അതിലൊരു സംശയമില്ല. ആ കഴിവ് നമുക്ക് തന്നതിന് പുറമെ നമ്മുടെ കൈകൾ, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള നല്ല സുഖസുന്ദരമായി സംസാരിക്കാൻ കഴിയുന്ന നാവ് നമുക്ക് തന്നു. അതുപോലെ കാണാൻ കഴിയുന്ന കണ്ണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. മമ്പുറത്തെ മക്കാമിലേക്ക് ചെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് രോഗികൾ കണ്ണിന് കാഴ്ചയില്ലാതെ. ജീവിതത്തിൽ ഇന്ന് വരെ സ്വന്തം പെറ്റ ഉമ്മയെ കണ്ടിട്ടില്ല, സ്വന്തം ഭാര്യയെ കണ്ടിട്ടില്ല, മക്കളെ കണ്ടിട്ടില്ല. അവർക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ അവർ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹു തആല അവർക്ക് കണ്ണിന് കാണാനുള്ള കഴിവ് നൽകിയിട്ടില്ല. കണ്ണുള്ളത് കൊണ്ട് കാണാൻ കഴിയില്ല. അല്ലാഹു തആല ആ ഒരു നിഅമത്ത് നമുക്ക് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. രണ്ട് കണ്ണ് കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി അഥവാ നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോയാൽ കണ്ണട വെച്ചിട്ട് ഞങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷെ രണ്ട് കണ്ണില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും തന്നെ ഒരു നിലക്കും അവർക്ക് കാണാൻ കഴിയൂല എന്നുള്ളത് വളരെ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് വരെ സ്വന്തം മക്കളെ അവർ കണ്ടിട്ടില്ല, പാപ്പയെ കണ്ടിട്ടില്ല, ഉമ്മയെ കണ്ടിട്ടില്ല. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാരെ മുമ്പിൽ നിൽക്കുമ്പോൾ കാണുന്നില്ല. അവർ ബാത്റൂമിലേക്ക് പോകാൻ പ്രയാസപ്പെടുന്നു. എന്നാലും അൽഹംദുലില്ലാഹ് ഇതിൽ നിന്നെല്ലാം നമ്മൾ മാറി നമുക്ക് കണ്ണിന് കാഴ്ച അല്ലാഹു തആല തന്നു, നല്ല ആരോഗ്യം തന്നു. പക്ഷേ നമ്മൾ അല്ലാഹനെ മറന്നു പോകരുത്. തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കുക തന്നെ ചെയ്യണം.
തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ തെറ്റിൽ നിന്നും മാറി നിൽക്കുക തന്നെ വേണം. ഒരുപാട് തെറ്റുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എവിടെ ചെന്ന് നോക്കിയാലും ഇന്നൊരു കല്യാണ വീട്ടിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല. ഒരു കല്യാണ വീട്ടിൽ പോയാൽ ആണിനും പെണ്ണിനും ഒന്നായി ഇരുന്നുള്ള ഭക്ഷണം ഇത് കാണുമ്പോൾ ആരും മാറി നിൽക്കാൻ വേണ്ടി പറയുന്നില്ല. ഇത് ശരിയില്ല, ഇത് ശരിയില്ല എന്ന് പറയുന്നത് ഒരു ഉസ്താദായിരിക്കും. പക്ഷേ നാടന്മാരിൽ പല ആളുകളും പറയുന്നില്ല. അത് പ്രശ്നമില്ല. പക്ഷെ കുറെ കാലം മുമ്പ് നമ്മുടെ ഉപ്പാപ്പമാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. ഒരു കർട്ടൻ കെട്ടി ആണിന് വേറെ പെണ്ണിന് വേറെ ആ സജ്ജീകരണം ചെയ്തിരുന്നു. ഇന്ന് സൗകര്യം കൂടിയപ്പോൾ എല്ലാം മറന്നുപോയി, അള്ളാനെ മറന്നുപോയി, ദീന് മറന്നുപോയി, തെറ്റുകൾ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം. ഒരിക്കലും ഞങ്ങൾ ഈ തെറ്റിലേക്ക് ഞങ്ങൾ പോകരുത്. നമ്മുടെ വീടുകളിലേക്ക് കല്യാണം നടക്കുകയാണെങ്കിൽ ഒരു ഉസ്താദുകാരി വരുമ്പോൾ മാത്രമല്ല ദീന് വേണ്ടത്. ദീൻ ഒരിക്കലും ഞങ്ങൾ മറക്കാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ പെണ്ണിന്റെ കല്യാണമാണെങ്കിലും ആണിന്റെ കല്യാണമാണെങ്കിലും അവിടെ സ്റ്റേജ് കെട്ടിയിട്ട് ആണും പെണ്ണും കൂത്താടുന്ന തോന്നിയാസം നടക്കുന്നതിന് ശക്തമായി ഞങ്ങൾ എതിർത്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നാളെ പടച്ചവന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഒരുപാട് തെറ്റുകളാണ് വർദ്ധിക്കുന്നത്. ഒരിക്കലും അതൊരു പ്രശ്നമല്ല, അത് തെറ്റല്ലേ എന്ന് തോന്നിപ്പോകുന്നു. ഒരിക്കലും ഞങ്ങൾ അള്ളാനെ മറന്നു പോകരുത്. ഒരിക്കലും ഞങ്ങൾ മറന്നു പോകരുത്. അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്താണത്. സമ്പത്ത് അല്ലാഹു തന്നതാണ്, വീട് നമുക്ക് അല്ലാഹു തന്നതാണ്, ആരോഗ്യം നമുക്ക് അല്ലാഹു തന്നതാണ്. ഒരിക്കലും ഞങ്ങൾ അത് മറന്നു പോകരുത്. വളരെ വേദനയോട് പറയുന്നു, ഒരു കല്യാണ വീട്ടിലേക്ക് ഉസ്താദ് ചെന്നാൽ അവിടെ പോയി നിൽക്കുക, ഭക്ഷണത്തിന് സീറ്റില്ല, അവിടെ കാത്തു നിൽക്കുക. അത് ഒരു ഉസ്താദായാലും ഒരു സാധാരണക്കാരനാണെങ്കിലും ഞങ്ങൾ വിളിച്ചു വരുത്തിയ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതിനുള്ള സൗകര്യം ഞങ്ങൾ കണ്ടുപിടിക്കണം, അതിനുള്ള സൗകര്യം ഞങ്ങൾ കാണണം. എന്നാലേ കല്യാണത്തിന് ക്ഷണിക്കണ്ടു. അത് 500 ആയാലും 1000 ആയാലും അതിനുള്ള സൗകര്യം കാണണം. അല്ലാതെ കല്യാണ വീട്ടിലേക്ക് എല്ലാവരും ക്ഷണിച്ച് ഭക്ഷണങ്ങൾ കൊടുക്കണം. അത് വേണേ കഴിച്ചോ, അല്ലെങ്കിൽ വാങ്ങിയിട്ട് കഴിച്ചോ, അല്ലെങ്കിൽ എന്താണ് അവിടെ പോയി കസേര പിടിച്ചോ ഇരുന്നോ, ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിക്കേണ്ട ഒരാഗ്രഹമില്ല. അല്ലാഹു തആല നമുക്ക് ഭക്ഷണം കഴിക്കാൻ അല്ലാഹു തആല സമ്പത്ത് നമുക്ക് ഇന്ന് വരെ തന്നിട്ടുണ്ട്, ഇനിയും തരും, അത് ഉറപ്പാ. അതുകൊണ്ട് ദീന് ഞങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. കല്യാണ വീടുകളിൽ ഹറാം ധാരാളം വർദ്ധിച്ചിരിക്കുന്നു. കാരണം പുതിയാപ്പിളയായാലും ഒരു അന്യ പെണ്ണൊന്നായിട്ട് നിന്നിട്ട് എങ്ങനെ ഫോട്ടോ എടുക്കാം? അത് ഉമ്മാന്റെ അനിയത്തിന്റെ മോളാണ്. ഉമ്മാന്റെ അനിയത്തിന്റെ മോൾ അന്യമണല്ലേ? ഉമ്മാന്റെ അനിയത്തിന്റെ മോൾ അന്യമണല്ലേ? ഉമ്മാന്റെ ആങ്ങളുടെ മോൾ അന്യമണല്ലേ? എങ്ങനെയാ സ്വന്തമാവുക? ഒരിക്കലും ആവില്ല. സ്വന്തം പെങ്ങള് ഓക്കെ, പക്ഷെ അതും നാട്ടിലെ ആണുങ്ങളെല്ലാം കാര്യം വരുമ്പോ ഫോട്ടോ എടുക്കുക ഒരിക്കലും ശരിയില്ലല്ലോ. പക്ഷെ ഈ ഒരു വിഷയം നമ്മൾ ഗൗരവത്തോട് കാണേണ്ടി വരും. വളരെ വേദന കൊണ്ട് പറയാണ്. കാരണം ഇന്ന് ധാരാളം വർദ്ധിച്ചിരിക്കുന്നു. കാരണം കല്യാണത്തിന് ഭക്ഷണത്തിന് ടേബിൾ ഇപ്പുറം കുറച്ച് പെണ്ണുങ്ങൾ. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ആണുങ്ങൾക്ക് വേറെ ആയിക്കൂടെ, പെണ്ണുങ്ങൾക്ക് വേറെ ആയിക്കൂടെ? പെണ്ണുങ്ങൾക്ക് അവിടെ ഇരിക്കണ്ട, നിങ്ങൾക്ക് അപ്പുറാണ്. ഇപ്പൊ സപ്ലൈക്ക് ആളെ വെക്കാൻ തുടങ്ങി. അത് പുതിയ സംഭവമാണ്. സപ്ലൈക്ക് ആളെ വെക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾ. എന്തിനാണ്? ഒരു 200 രൂപ കുറഞ്ഞു കിട്ടും. ഇതിനെങ്ങനെ ലാഭിക്കുന്നത്? തെറ്റല്ലേ? അന്യ പെണ്ണ് എന്ത് പെണ്ണ് കൊണ്ട് തരും നമുക്ക്? ഒരു മുസ്ലിം പെണ്ണായാലും ഭക്ഷണം കൊണ്ട് തരുമ്പോ നമ്മൾ വെള്ളം എങ്ങനെ കുടിക്കുക? ഒരു കല്യാണത്തിന് പോയി ദാഹിക്കുന്നുണ്ട്, സത്യം പറയാണ്, ദാഹിക്കുന്നുണ്ട്, പെണ്ണ് കൊണ്ട് തരുന്നത് വേണ്ടെന്ന് പറഞ്ഞു. ഓളോട് വാങ്ങി കുടിക്കേണ്ട അവസ്ഥ ഉണ്ടോ? നമ്മൾ എന്താ അന്യ പെണ്ണല്ലേ? ഇവിടെ എന്തിനാ വാതിക്കൽ വെള്ളം കൊടുത്തേക്കുന്നത്? ഭക്ഷണത്തിന് എന്തിനായി അന്യ പെണ്ണിനെ വിളിച്ചത്? അവർക്ക് എന്താണ്? പെണ്ണുങ്ങൾക്ക് സപ്ലൈ ചെയ്തോട്ടെ. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കൊണ്ട് സപ്ലൈ ചെയ്യിക്കണം, ആണുങ്ങൾക്ക് ആണുങ്ങളെ കൊണ്ട് സപ്ലൈ ചെയ്യിക്കണം. ഒരിക്കലും അവിടെ പെണ്ണുങ്ങളെ കയറ്റി കൊണ്ടുവരാൻ പാടില്ല. തെറ്റ് തെറ്റാണ്, തെറ്റ് തെറ്റാണെന്ന് കണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. പക്ഷേ ഒരു കല്യാണത്തിന്റെ പേരിൽ ഒരുപാട് ഹറാമ് നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പലതിൽ നിന്നും ഞങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയും. വേണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ആവരുത്. പക്ഷെ തെറ്റാണെന്ന് കണ്ടാൽ അതിന് നിർബന്ധമായി നമ്മൾ എതിർക്കണം. എല്ലാവരും എതിർക്കണം. വീട്ടുകാർ മാത്രം പോരാ, എല്ലാവരും
എതിർക്കണം, തെറ്റാണെന്ന് പറയണം. പക്ഷെ പറഞ്ഞാല് അത് നമ്മൾ ഒറ്റക്കായി പോകും. ഒറ്റക്കായിക്കോട്ടെ, പ്രശ്നമില്ല. പടച്ച റബ്ബ് നമ്മളെ കൂടെയുണ്ട്. നമുക്ക് ആരോഗ്യം തന്ന, നമുക്ക് ആഫിയത്ത് തന്ന റബ്ബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയ നമ്മളോട്, അതുപോലെ എന്റെ പ്രസംഗം ശ്രമിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയാനുള്ളത്, തെറ്റായ ഒരു സംഗതിയും നമ്മുടെ കല്യാണങ്ങളിലേക്ക് കൊണ്ടുവരരുത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ് നിക്കാഹ് കർമ്മം. നിക്കാഹ് കഴിയുന്നതിന്റെ മുമ്പ് പെണ്ണ് കാണൽ ചടങ്ങ് നടത്തിയാലും ഇല്ലെങ്കിലും ഒന്നായി നിന്നിട്ട് ഫോട്ടോ എടുക്കൽ ഹറാമാണ്, തനിച്ച ഹറാമാണ്. അത് ഫോട്ടോ എടുത്തതിന് പുറമെ സ്റ്റാറ്റസ് വെച്ച് ലോക ജനങ്ങളെ മൊത്തം കാണിക്കുകയാണ്, എന്റെ ഭാര്യയാണിത്. ഏത് ഭാര്യ? കെട്ടാൻ പോകുന്ന ഭാര്യ. അതെങ്ങനെ സ്വന്തം ഭാര്യ? ഒരിക്കലും സ്വന്തം ഭാര്യയല്ലല്ലോ. കെട്ടാൻ പോകുന്ന ഭാര്യ. നിക്കാഹ് ചെയ്യുന്നതിന് മുമ്പ് ഭാര്യയോ ഇവനോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ഭാര്യ? കല്യാണം കഴിച്ചാലല്ലേ സ്വന്തം ഭാര്യയാവും. ഇനി ഭാര്യ ആയാലും എങ്ങനെയാ സ്വന്തം ഭാര്യയായാലും നിക്കാഹ് ചെയ്താലും ഫോട്ടോ വെക്കുക, സ്റ്റാറ്റസ് വെക്കുക, പ്രൊഫൈല് വെക്കുക. മോന് മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ? എല്ലാവരും കഴിച്ചിട്ടില്ലേ? കഴിച്ചവരുണ്ടല്ലോ, കഴിക്കാത്തവരുണ്ട്. പക്ഷെ കഴിച്ചവൻ അവന്റെ ഭാര്യയുടെ ഫോട്ടോ മറ്റുള്ള ആളുകളെ കാണിക്കുന്നത് തനിച്ച ഹറാമാണ്. നിർബന്ധമായും അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ തടിയിലേക്ക് അല്ലാഹു നോക്കൂല. വലാ ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലേക്ക് അല്ലാഹു നോക്കൂല. നിങ്ങൾ കാണാൻ ഉഷാറുണ്ടോ എന്നല്ല അല്ലാഹു നോക്കുന്നത്. വലാകിൻ യൻദുറുല്ലാഹു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കണം. ഏതൊരു മനുഷ്യനും ചീത്തയാകുന്നത് ഹൃദയമാണ്. ആ ഹൃദയം നന്നില്ലെങ്കിൽ, നമ്മൾ ഹൃദയത്തിന്റെ ഈ കൺട്രോൾ തെറ്റിയാൽ മൊത്തം തെറ്റും. തെറ്റിയാൽ നമ്മൾ തനിച്ച കുറ്റവും കൊണ്ട് നമ്മുടെ വീട്ടിൽ കല്യാണം നടത്തിയത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇതുകൊണ്ട് ഒരുപാട് ഹറാമുകൾ നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഒരിക്കലും തന്നെ അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കരുതെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി ഇത്തരം വലിയൊരു പരിപാടി നടത്തുമ്പോൾ എനിക്കൊന്നും പറയണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്നെ ഇവിടെ നിർത്തിയപ്പോൾ പടച്ച റബ്ബ് തോന്നിപ്പിച്ചതാണ് ഇത് പറയണമെന്ന്. ഞാൻ നിൽക്കുമ്പോൾ വിചാരിച്ചിട്ടില്ല, വേഗം പറഞ്ഞ് വേഗം നിർത്താൻ വിചാരിച്ചതാ. പക്ഷെ നിന്നപ്പോ എനിക്ക് തോന്നി ഈ ഒരു അവസരം എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ലെങ്കിലോ പറയാൻ കുറെ കാലമായി മനസ്സിലിങ്ങനെ. പക്ഷെ പല കല്യാണത്തിലും ഞാൻ പോകാറുണ്ട്, പക്ഷെ കുടുങ്ങിയത് കൊണ്ട് മാത്രം പോകുന്നതാ. പല സമയത്തും പോകാതെ തിരിച്ചു വന്ന കല്യാണങ്ങളിലുണ്ട്. പല ആളുകളെ കണ്ടിട്ടില്ല തിരിച്ചു വന്നത്, പക്ഷെ കണ്ടതുപോലെ നടിച്ചവരുമുണ്ട്. എന്നാലും നടിച്ചാലും നടിച്ചില്ലെങ്കിലും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ പോവുക തന്നെ ഇല്ല. ഇനി ഭക്ഷണം തന്നെ അൽഹംദുലില്ലാഹ് ഇന്ന് വരെ അല്ലാഹു തആല ഈ സെക്കൻഡ് വരെ നമുക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. തന്നു എന്ന് മാത്രമല്ല, അത് കഴിക്കാനുള്ള ആഫിയത്തും ആരോഗ്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. ഈ വേഷത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ട് മുത്തഅല്ലിമീങ്ങളെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചില ആളുകൾ ഒരു മുത്തഅല്ലിമായാൽ ഒരിക്കൽ സാമ്പത്തികമായി വലിയ പ്രയാസത്തിലുണ്ടാകും. ഒരിക്കലുമില്ല. അള്ളാന്റെ ബറക്കത്തുണ്ടാകും. മുത്തഅല്ലിമീങ്ങൾ വളർന്നു വരണം. അവർ സ്വന്തം ബാപ്പയെയും സ്വന്തം ഉമ്മയെയും സ്വന്തം കുടുംബത്തെയും വീട്ടിൽ വെച്ചിട്ടാണ് അവരിവിടെ വന്ന് പഠിക്കുന്നത്. അവർ പഠിക്കുമ്പോൾ ഇൽമു പഠിക്കുമ്പോൾ അവരുടെ ബാപ്പക്ക് കൂലി കിട്ടുന്നു, കുടുംബത്തിന് കൂലി കിട്ടുന്നു, നാട്ടുകാർക്ക് കൂലി കൊടുക്കുന്നു, അതുപോലെ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക് കൂലി കിട്ടുന്നു. ഇതിന്റെ പേരിൽ വലിയ കൂലി ഒരുപാട് വാങ്ങാൻ കഴിയുന്നു. അതോടുകൂടി ആ ഒരു മുത്തഅല്ലിം ഭാവിയിൽ വലിയൊരു പണ്ഡിതനായാൽ അതിന്റെ ഗുണം, അതിന്റെ നേട്ടം ആർക്കാണ്? അതിന്റെ അവരുടെ രക്ഷിതാക്കൾ, ഉപ്പമാർ, ഉമ്മമാർ അവസാനം മരിക്കുന്ന സമയത്ത് എന്റെ മകൻ ഒരു മുസ്ലിയാരാക്കി ജീവിപ്പിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. മകൻ ഒരു ദീനിയായി വളർന്നല്ലോ, അൽഹംദുലില്ലാഹ്. അതിന്റെ പേരിൽ ഉപ്പക്കും ഉമ്മക്കും ആ അവസാന സമയത്ത് കടക്കുന്ന സമയത്ത് ഒരു മനസ്സിനൊരു സമാധാനിക്കാൻ മക്കൾ വേണം. അങ്ങനത്തെ മക്കൾ ഇവിടെ ഉണ്ടായത് കൊണ്ട് നേട്ടമുള്ളൂ. അല്ലാതെ ഒരുപാട് മക്കൾ ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. ഉള്ള മക്കള് അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന നിലക്കുള്ള നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച
കാഴ്ചവെക്കുന്നവരാവട്ടെ എന്ന് ഞാൻ ഈ വിഷയത്തിൽ ഈ ഒരു പരിപാടിയിൽ ആശംസയോടുകൂടി ഞാൻ അർപ്പിച്ചുകൊണ്ട് നല്ലതായ ഒരുപാട് കാര്യങ്ങൾ കാഴ്ചവെക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ പ്രയാസത്തിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മയും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പൂർണ്ണമായ ശിഫയും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. ജീവിക്കുന്ന കാലത്തോളം പ്രയാസപ്പെടുന്ന ഒരു രോഗമോ ഒരു ബുദ്ധിമുട്ടോ ക്യാൻസറോ അതുപോലെ തന്നെ കിഡ്നിക്കുള്ള തകരാറോ ഡയാലിസിന് വിധേയനാകുന്ന ഒരവസ്ഥയോ റബ്ബ് നമുക്കാർക്കും തരാതിരിക്കട്ടെ. ഒരാളുടെ മുമ്പിലും കൈകാട്ടി ഇരക്കേണ്ട ഒരവസ്ഥ ജീവിക്കുന്ന കാലത്തോളം സാമ്പത്തികമായോ ശാരീരികമായോ ബുദ്ധിമുട്ടിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല ഒരു വിഷമവും അല്ലാഹു തരാതിരിക്കട്ടെ. പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന എല്ലാവർക്കും അല്ലാഹു തആല പൂർണ്ണമായ സലാമത്ത് നൽകട്ടെ. അപകടത്തിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന എല്ലാവർക്കും പൂർണ്ണമായ ആരോഗ്യം ആഫിയത്തും അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ. രോഗിയായി കഴിയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്, ഒരുപാട് സഹോദരന്മാരുണ്ട്, അലിമീങ്ങളുണ്ട്. അല്ലാഹു തആല എല്ലാ രോഗികൾക്കും പൂർണ്ണമായ ശിഫയും ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും അല്ലാഹു പൊരുത്തപ്പെട്ട നിലക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ എന്ന ദുആവോടുകൂടെ തൽക്കാലം ഞാൻ ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.